അതേ പ്രിയപ്പെട്ടവരെ, ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ അവൻ മാറുന്ന ദൈവമല്ല. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. കാലദൈർഘ്യങ്ങൾ, വാഗ്ദത്തത്തിന് കാലദൈർഘ്യങ്ങളിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ മേലോ നിങ്ങളുടെ ഓരോ സാഹചര്യങ്ങളുടെ മുകളിലോ നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങൾ, കേട്ട പ്രവചനങ്ങൾ, ഇത്ര മാസം ഇത്ര വർഷം നിൻ്റെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഇന്നും നടപ്പിലാകാതെ നീണ്ടുപോകുന്ന ഒരനുഭവത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ, അതെ, ഇന്ന് പകൽക്കാലം വാഗ്ദത്തങ്ങൾ ചലിക്കപ്പെടുന്നു, വാഗ്ദത്തങ്ങൾ ജനിക്കപ്പെടുന്നു, വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണങ്ങൾ നിങ്ങൾ കാണാൻ പോകുകയാണ്. അതെ, വാഗ്ദത്തം ചലിക്കുന്നു. അബ്രഹാമേ, നീ കാത്തിരുന്ന വാഗ്ദത്തം നിൻ്റെ ഈ വാർദ്ധക്യത്തിൽ ചലിക്കാൻ പോകുകയാണ്. അതെ മറിയേ, നിൻ്റെ ഉദരത്തിൻ്റെ അകത്ത് ജാതനായിരിക്കുന്നത് കാലഘട്ടങ്ങൾക്ക് മുമ്പേ ഉൽപ്പത്തിയിൽ പറഞ്ഞ വാഗ്ദത്തം, അതേ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തം, ആമേൻ, ഇവിടെ ആമേൻ ഉരുവാക്കപ്പെടുകയാണ്. അതെ, മനുഷ്യകുലത്തിനു വേണ്ടി വാഗ്ദത്തം ചലിച്ച് ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ആമേൻ, സ്വർഗാരോഹണം ചെയ്തു. അവൻ പോയതുപോലെ അവൻ വീണ്ടും മടങ്ങി വരുമെന്ന വാഗ്ദത്തം. അടുത്ത് നിങ്ങൾ കേട്ടോണേ, യേശു പറയുന്നു, ഞാൻ പോയിട്ടൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും. അതേ, പരിശുദ്ധാത്മാവ് അവൻ സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞപ്പോൾ 120 പേർ കൂടിയിരുന്നവരുടെ നടുവിലേക്ക് യേശു കർത്താവ് വാഗ്ദത്തം ചെയ്തത് അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു. അതേ, അത് വാഗ്ദത്തം, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നമ്മുടെ മേൽ ആക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നീ വർഷങ്ങളായി, നാളുകളായി, മാസങ്ങളായി നീ കേട്ട ദൈവശബ്ദത്തെ, നീ കേട്ട വാഗ്ദത്തത്തെ നിനക്ക് വേണ്ടി അയക്കുവാൻ, ചെയ്തു തരുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. അത് ഇന്ന് പകൽ വാഗ്ദത്തങ്ങൾ ഉരുവാക്കപ്പെടുന്നു, വാഗ്ദത്തങ്ങൾ ജനിക്കപ്പെടുന്നു, വാഗ്ദത്തങ്ങൾ നിന്റെ കരങ്ങളിൽ ലഭിക്കപ്പെടുന്നു. അതേ, കാലങ്ങളായി നീ ആഗ്രഹിക്കുന്നത് അല്ല, നീ ആഗ്രഹിക്കുന്നതല്ല, ദൈവം ആഗ്രഹിക്കുന്ന വാഗ്ദത്തത്തെ നിന്നിൽ ചെയ്തെടുക്കുവാൻ എൻ്റെ ദൈവം ശക്തൻ. ഇന്ന് പകൽ തയ്യാറാകുക. ഗോഡ് ബ്ലസ് യു.